നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഡയറക്ട് സെല്ലിംഗ് മാർഗരേഖ പ്രകാശന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് വേദിയിൽ മുഴങ്ങിയത് ഒരു പ്രത്യേകതരം പാട്ടാണ്. വേദിയിൽ എന്ന് നിന്റെ മൊയ്തീനിലെ ഒരു പാട്ട് മുഴങ്ങുകയായിരുന്നു. 1 മണിക്കൂർ വൈകിയാണ് മുഖ്യമന്ത്രി പരിപാടിക്ക് എത്തിയത്. ദീപം തെളിയിക്കുന്നതിനിടയിൽ പാട്ടിന്റെ ട്രാക്ക് മാറുകയായിരുന്നു. വൈകിട്ട് 5 മണിക്കാണ് ഡയറക്ട് സെല്ലിംഗ് മാർഗരേഖ പ്രകാശന ചടങ്ങ് നിശ്ചയിച്ചിരുന്നത്. ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി 5:30 എത്തും എന്നായിരുന്നു ആദ്യ പ്രഖ്യാപനം. എന്നാൽ LDF യോഗം നീണ്ടതോടുകൂടി മുഖ്യമന്ത്രി 1 മണിക്കൂർ വൈകിയാണ് എത്തിയത്. മുഖ്യമന്ത്രി ദീപം തെളിയിക്കുമ്പോഴാണ് എന്ന് നിന്റെ മൊയ്തീനിൽ സിനിമയിലെ കാത്തിരുന്ന് എന്ന പാട്ടിന്റെ തുടക്കഭാഗം പ്ലേ ആയത്. പാട്ട് മാറിയെന്ന് മനസ്സിലായതോടുകൂടി തന്നെ പെട്ടെന്ന് തന്നെ പാട്ട് ഓഫ് ആക്കുകയും ചെയ്തു. എന്തായാലും പാട്ട് ഓഫ് ആക്കുന്നതിന് മുന്നേ തന്നെ കാത്തിരുന്ന് എന്ന പാട്ട് വന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി ഒന്ന് ശുഭിതനായി നോക്കുകയുണ്ടായി. പിന്നീട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ വാർത്തയായി വള്ളിക്കെട്ടാകുമല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കണം മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല. എന്നാൽ മറ്റൊരിടത്ത് മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ ബഹളമുണ്ടാക്കിയ ആളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. SFI സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പൊതുസമ്മേളനത്തിലായിരുന്നു സംഭവം. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുന്നതിനിടയിലായിരുന്നു സ്വകാര്യ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ബഹളമുണ്ടാക്കിയത്. ഉടൻ തന്നെ പോലീസുകാർ ഇയാളെ വേദിക്ക് പുറത്തേക്ക് കൊണ്ടുപോയി. മദ്യപിച്ചതിന്റെ ലഹരിയിലാണ് ഇയാൾ ബഹളമുണ്ടാക്കിയത് എന്നും പെറ്റിക്കേസെടുത്ത് വിട്ടയച്ചതായും കന്റോൺമെന്റ് പോലീസ് അറിയിച്ചു. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ നിന്ന് മദ്യക്കുപ്പിയും കണ്ടെത്തിയിരുന്നു. വൈകിട്ട് പ്രതിനിധി സമ്മേളനം ഇന്ത്യയിലെ ക്യൂബൻ അംബാസിഡർ ജുവാൻ കാർലോസ് മാർസൻ അക്യുലേര ഉദ്ഘാടനം ചെയ്തിരുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ അഫ്സൽ രക്തസാക്ഷി പ്രമേയം, വിചിത്ര അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ക്യൂബൻ മിഷൻ ഡെപ്യൂട്ടി ഹെഡ് ആഭിൽ അബേൻ മുഖ്യപ്രഭാഷണം നടത്തി. രക്തസാക്ഷികളായ സജിൻ ഷാഹുലിന്റെയും സഖീറിന്റെയും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. PMR ഷോ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് പൊതുചർച്ച ആരംഭിച്ചു. ഇന്ന് പ്രതിനിധി സമ്മേളനം തുടരും. വെള്ളിയാഴ്ച സമാപിക്കും. 503 പ്രതിനിധികളും 71 സംസ്ഥാന സമിതി അംഗങ്ങളുമാണ് SFI സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും.